ഒരു പ്രമുഖ പത്രം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം വെട്ടിമാറ്റി മുഖത്തിന് മുകളിലായി ഒരു കറുത്ത കള്ളി ഒളിപ്പിച്ചു വെച്ചാണ് ഈ പത്രം നിലവിൽ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. സ്വാഭാവികമായും എല്ലാ പത്രത്തിലും വരുന്ന വാർത്ത അതിങ്ങനെയാണ്. ഇത് ഒട്ടുമിക്ക പത്രങ്ങളിലൊക്കെ തന്നെ. ഇതിലേറെ പറയുന്നു, ചന്ദ്രികയുടെ എല്ലാ എഡിഷനുകളിലും വന്നിട്ടുള്ള ഒരു പരസ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷേ കോഴിക്കോട് എഡിഷനിൽ അച്ചടിച്ച എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സ് ഉദ്ഘാടന പരസ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം മറച്ചാണ് ലീഗ് മുഖപത്രത്തിന്റെ ഈ പേപ്പർ ഇന്ന് പുറത്തു വന്നത്. ഇത് രാവിലെ മുതൽ തന്നെ വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടുള്ള വൈരാഗ്യമാണോ, ആരെങ്കിലും മുഖ്യമന്ത്രിക്കിട്ട് പണി കൊടുത്തതാണോ, അതോ ഇത് ചന്ദ്രികയ്ക്കുള്ള പണിയാണോ എന്ന കാര്യത്തിലൊക്കെ ഏവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റ് ജില്ലകളിലെ ഓൺലൈൻ എഡിഷനിലൊന്നും തന്നെ ഇങ്ങനെ മുഖം മറച്ചിട്ടില്ല. കോഴിക്കോട് മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പത്രത്തിൽ അച്ചടിച്ച പരസ്യത്തിൽ ഇങ്ങനെ മുഖം മറച്ച് പുറത്തു വന്നതിന്റെ കാരണം തന്നെയാണ് ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയുടെ ഓൺലൈൻ എഡിഷനിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. PRD വഴി നൽകിയ പരസ്യത്തിലാണ് ഇങ്ങനെ ഒരു വലിയ അപാകത സംഭവിച്ചത്. ഇത് ഒരു സാങ്കേതിക പ്രശ്നമാണെന്ന് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ചന്ദ്രിക അധികൃതർ വിശദീകരണവും നൽകി. ഇതിനുശേഷം ഈ കോഴിക്കോട് എഡിഷനിലെ ഈ പേപ്പർ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ ആ ഒരു പേജ്, ആ ഒരു പരസ്യം തന്നെ കാണുവാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. ഇതിന് പിന്നിൽ പല വാദങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒരുപക്ഷെ മനഃപൂർവ്വം കരിവാരിത്തേക്കാനായി തങ്ങൾ ഇങ്ങനെ ചെയ്യുകയില്ല എന്നും, അങ്ങനെയെങ്കിൽ പത്രത്തിൽ പരസ്യം പ്രസിദ്ധീകരിക്കാതിരുന്നാൽ പോരെ എന്നുകൂടിയാണ് ചന്ദ്രികയുമായി ബന്ധപ്പെട്ട അധികൃതർ ഇതേക്കുറിച്ച് ആരാഞ്ഞപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം. മനഃപൂർവ്വം ഇങ്ങനെ ഒരു പണി ഒരിക്കലും മുഖ്യമന്ത്രിക്ക് അവർ നൽകില്ല എന്ന് കൂടിയാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് എഡിഷനുകളിലൊന്നും തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഹാക്കിംഗ് ആണോ എന്നുള്ള സംശയം അടക്കം ഉയർന്ന് കേൾക്കുന്നുണ്ട്. അതോ ഇനി കോഴിക്കോട് എഡിഷനിലുള്ള ഓൺലൈൻ എഡിഷനിലുള്ള ആരെങ്കിലും കൊടുത്ത പണിയാണോ എന്നുകൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പേപ്പറിൽ കറുത്ത കള്ളി ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മുഖം പറച്ചിരിക്കുന്ന നിലയിൽ ഈ പരസ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമൊക്കെ തന്നെ വളരെ വ്യക്തമായി നമുക്ക് അറിയാനും സാധിക്കും. ആരെങ്കിലും ഒപ്പിച്ച പണിയാണോ എന്നുള്ള സംശയം ഇപ്പോൾ എന്തായാലും ഉയരുന്നുണ്ട്. ഇനി ഏതാനും ആഴ്ചകൾക്ക് മുൻപായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയ്ക്ക് ഒരു വലിയ മറുപടിയുമായി ജമാഅത്തെ ഇസ്ലാമി കൂടി രംഗത്ത് വന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി CPM പലതവണ ചർച്ച നടത്തിയെന്നാണ് മുഖ്യമന്ത്രിക്ക് മറുപടി കൂടി പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി നേതാവായിട്ടുള്ള അമീർ കൂടിയായിട്ടുള്ള P. മുജീബ് റഹ്മാൻ രംഗത്ത് വന്നത്. തിരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടിയിട്ടില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ജമാഅത്തെ CPM ചർച്ചകളിൽ പലപ്പോഴും പങ്കെടുത്ത ഒരാൾ കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൂർവ്വകാലത്തെ റദ്ദ് ചെയ്യാനുള്ള ശ്രമം അദ്ദേഹത്തെ പരിഹാസ്യനാക്കുകയാണെന്നാണ് മുജീബ് റഹ്മാൻ പറഞ്ഞത്. ജമാഅത്തിനെതിരെ പറഞ്ഞ് ഭൂരിപക്ഷത്തെ ഒപ്പം നിർത്തുക എന്ന അപകടകരമായ ഒരു നീക്കമാണ് മുഖ്യമന്ത്രി ഇതിലൂടെ നടത്തി വരുന്നതെന്നും മുജീബ് റഹ്മാൻ അന്ന് കുറ്റപ്പെടുത്തിയിരുന്നു.